ഹലോ ഗൈസ്, അങ്ങനെ പ്രമുഖ നടിയും നർത്തകിയും ഗായികയും മോഡലും ഹെയർ ഹോസ്റ്റസും അല്ലല്ലോ, ഏവിയേഷന് പല മേഖലയുണ്ടല്ലോ. എന്നാലും അത് കയറണം, നമുക്ക് ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ട്രെയിനിങ് ആയിരുന്നു. അങ്ങനെ പ്രമുഖ നടിയും നർത്തകിയും ഗായികയും മോഡലും നഴ്സും ബിഗ് ബോസ് താരവും എഞ്ചിനീയറുമായി മാറിയ പ്രമുഖ താരം രേണു സുധി എന്ന് പറയുന്ന ഈ പ്രമുഖ നടിക്കെതിരെ ഗുരുതര പരാതി, അതായത് വധശ്രമത്തെ BNS 109 ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വധശ്രമത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം കേസെടുത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. മറ്റാരുമല്ല, പ്രമുഖ താരവും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പിതാവായ തങ്കപ്പൻ ചേട്ടൻ കൂടി അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്നുള്ള ഏറ്റവും വേദനാജനകമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ആക്ച്വലി സംഭവിച്ചത്? എന്ത് അനിഷ്ട സംഭവങ്ങളാണ് ഉണ്ടായത്? വരട്ടെ. ഈ രേണു സുധി എന്ന് പറയുന്ന സ്ത്രീ നിമിത്തം ഞാനും എൻ്റെ മാതാവും എൻ്റെ സഹോദരിയൊക്കെ കുറെ സമയം കരയുണ്ടാക്കി പോകാൻ ഞാൻ വന്നു. എന്നെ കൊല ചെയ്യുവാൻ വേണ്ടി ഇവിടെ 2-3 പ്രാവശ്യം വണ്ടിയിൽ ഇവിടെ ആള് വന്നു, രാത്രിയും പകലുമായിട്ട്. അസമയത്ത് ഇവിടെ പരിചയമില്ലാത്തൊരു വാഹനം വന്ന് കറങ്ങിയ ശേഷം എന്റെ വാതിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞു. ഇവര് ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണു സുധിയും തങ്കച്ചനുമാണ്. ഞാൻ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഞാൻ അവർക്ക് ആകെപ്പാടെ ചെയ്ത ഒരു നന്മ എന്ന് പറഞ്ഞാൽ അവരുടെ തലമുറകളെ സഹായിച്ചു എന്നൊരു നന്മ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇവിടെ പ്രമുഖ നടിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ നോബിൾ ബിഷപ്പാണ്. പ്രമുഖ നടി മാത്രമല്ല, തങ്കപ്പൻ ചേട്ടനും ആ ഒരു വിഷയത്തിൽ പ്രതിയായി ചേർക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തായിരിക്കാം? രേണുവിനെയും ഞങ്ങളെ തകർക്കണം. അതിനുവേണ്ടി ഇതിന്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് അറിയാം. മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണെങ്കിൽ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായി എവിക്ഷനിലൂടെ അല്ലാതെ പെട്ടിയും കിടക്കയും തലയിൽ വെച്ച് കയ്യാമം വെച്ചുകൊണ്ട് പിൻവാതിലിലൂടെ പോലീസ് അകമ്പടിയോടുകൂടി ഈ ഒരു പ്രമുഖ താരം എവിക്റ്റ് ആവുന്നത് നമ്മൾ കാണേണ്ടി വരും. അങ്ങനെയെങ്കിൽ അതൊരു അപൂർവ സംഭവമായി മാറിയേക്കാം. കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ തങ്കച്ചന്റെയും ഈ രേണു സുധിയുടെയും പേരിൽ കോടതി കയറുകയാണ്. ഉടൻ തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ അതിനു വേണ്ടിയിട്ട് സമർപ്പിക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യും. അതായത് ബിഷപ്പ് ആരോപിക്കുന്നത് കൊട്ടേഷൻ സംഘങ്ങളുമായി പ്രമുഖ നടിക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് ഈ ഒരു പ്രമുഖ നടിയുടെ സിനിമ ഇറങ്ങിയിരുന്നു. ആ സിനിമയുടെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയ സംശയം തോന്നിയിരുന്നു. കൊട്ടേഷനുമായി ബന്ധപ്പെട്ട ചില കഥകളാണ്. ഒരുപക്ഷെ പ്രമുഖ താരത്തിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി എടുത്ത ഒരു സിനിമയായിരുന്നു എന്ന് ഇപ്പോൾ സംശയം തോന്നിപ്പോകുകയാണ്. അതായത് തനിക്ക് കിടക്കാടെന്ന ഒരു പാവം ബിഷപ്പിനെതിരെ കൊട്ടേഷൻ കൊടുത്തതിനു ശേഷം ബിഗ് ബോസിൽ പോയിരുന്ന് ഒന്നും അറിയാത്ത പോലെ തത്തയെ കളിപ്പിക്കുന്നു അല്ലേ? നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഹൈപ്പ്, അതായത് സോഷ്യൽ മീഡിയയിൽ രേണു സുധി എന്ന് പറയുന്ന പ്രമുഖ താരത്തിന്റെ പിതാവായ തങ്കപ്പൻ ചേട്ടനെ ഒരു ക്രൂരനായ രീതിയിലാണ് പോർട്രേറ്റ് ചെയ്തിരുന്നത്. സ്വന്തം വീടിന്റെ കുമ്മായം കുത്തിപ്പൊളിക്കുന്ന, മതിൽ ചവിട്ടിപ്പൊളിക്കുന്ന ഒരു സൈക്കോ ക്രിമിനൽ എന്ന രീതിയിലായിരുന്നു പോർട്രേറ്റ് ചെയ്തത്. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട്, കഴിഞ്ഞ ദിവസം രേണു സുധി എന്ന് പറയുന്ന പ്രമുഖ നടി തന്റെ പിതാവിനെ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വാഴ്ത്തിപ്പാടിയപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഹൈപ്പ് കിട്ടിയിരുന്നു. ഇൻസ്റ്റയിലും റീൽസിലും ഒക്കെ തങ്കപ്പൻ ചേട്ടനെ വാഴ്ത്തിപ്പാടിക്കൊണ്ടുള്ള റീൽസുകൾ കാണാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അത് അധിക നേരം നീണ്ടില്ല. കേവലം 24 മണിക്കൂർ കൊണ്ട് തന്നെ അത് ഇല്ലാതായി. അതിന് കാരണം നമ്മുടെ ബിഷപ്പിന്റെ ഈ ഒരു ഇന്റർവ്യൂ ആണ്. കേവലം 24 മണിക്കൂർ കൊണ്ട് തന്നെ ആ ഒരു ഹൈപ്പ് ഇല്ലാതായി. എയറിൽ നിന്നും എയറിലേക്ക് വീണ്ടും പോവത്തക്ക രീതിയിൽ തങ്കപ്പൻ ചേട്ടനെ എത്തിച്ചിരിക്കുന്നത് ഇവിടെ ബിഷപ്പ് നോബിൾ എന്ന് പറയുന്ന നമ്മുടെ തിരുമേനിയാണ്. എന്തായാലും മനവസ്ഥ കേസ് കൊടുക്കും. തീർച്ചയായിട്ടും ഇത് ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ എന്നെ ഈ ബുദ്ധിമുട്ടിക്കുന്നത്? ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ടായി. ഇവര് നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന പൊങ്ങന്താനം എന്ന സ്ഥലത്തൊരു വീട് വാടകയ്ക്ക് എടുത്തിരുന്നു. അതിന്റെ വാടകയുടെ ഉടമസ്ഥൻ 2 പ്രാവശ്യം ഇവരുടെ വീട്ടിൽ ചെന്നിരുന്നു. മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത ഭാഷയായി ഈ രേണു സുധി വിളിച്ചത്. അവർക്ക് ലഭിക്കാനുള്ള ബാക്കി വാടക തുകയ്ക്ക് വേണ്ടി അദ്ദേഹം വന്നത് 13,000 രൂപ കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. ആ പൈസ കൊടുത്തിട്ടുമില്ല. അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, നൽകത്തില്ല, പൊയ്ക്കോളാനാണ്. ഇനി അഥവാ പൈസ വേണമെങ്കിൽ ആ രേണു സുധി അവിടെ നിന്ന് പറയുകയാണ്,
അതുകൊണ്ട് അവിടെ സെമിത്തേരിയില് ഇന്ന സെല്ലിനകത്ത് ശ്രുതി അവിടെ കിടപ്പുണ്ട്, പോയി മേടിച്ചോളാൻ പറഞ്ഞു. തിരുമേനി പറയുന്നത് സെറ്റിൽ നിന്നും സെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഈ പ്രമുഖ നടി ഏറ്റവും ഒടുവിൽ ബിഗ് ബോസിൽ എത്തിയിരിക്കുന്നു. ആ പ്രമുഖ നടി താൻ താമസിച്ച വീടിന്റെ വാടക കൊടുക്കാതെ വാടക ചോദിച്ചു വന്ന ആ ഒരു വ്യക്തിയെ പുലഭ്യം പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ആ ഒരു വ്യക്തിയും ഒരുപക്ഷെ കേസുമായി മുന്നോട്ട് വന്നേക്കാം. അടക്കിയ പള്ളിയെ സംബന്ധിച്ച് ചില വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പരാമർശങ്ങൾ നടക്കുന്നുണ്ട്. ആ പള്ളി പൂട്ടുകയും ചെയ്തു. ആ ബിഷപ്പ് എന്ന് പറഞ്ഞ് സന്തോഷ് പി ചാക്കോ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ പൊങ്ങന്താനം ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. ഈ തങ്കച്ചനും ആ ബിഷപ്പും കൂടെ ചേർന്ന്, ഈ തങ്കച്ചൻ ആ ബിഷപ്പിന്റെ കൈക്കാരനായി. ആ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ജനങ്ങളെ കബളിപ്പിച്ച് ജോലി വാങ്ങി കൊടുക്കാമെന്നും പറഞ്ഞ് ഒരുപാട് യുവാക്കന്മാരെ പണം കൈപ്പറ്റി ചിങ്ങവനം പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്ത് പൊൻകുന്നം ജയിലിൽ അയാളെ കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പൊൻകുന്നൽ ജയിലിൽ 2 സീറ്റൂടെ റിസർവ് ചെയ്തേക്കുക. പ്രമുഖ നടി രേണു സുധി എന്ന് പറയുന്ന പ്രമുഖ താരവും അദ്ദേഹത്തിന്റെ പിതാവ് തങ്കപ്പൻ ചേട്ടനും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അവിടെ എത്തിച്ചേരുന്നതായിരിക്കും. അല്ല, പ്രമുഖ താരത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? വന്നത് ഈ ബിഗ് ബോസിലോട്ട് വന്നത് അതിനൊരു കാരണക്കാര് നിങ്ങൾ നെഗറ്റീവ് പറയുന്നവരൊക്കെ തന്നെയാണ്. അതിന് ഒരുപാട് താങ്ക്സ്. ഇനിയിപ്പൊ ഞാൻ പോയാലും പോയില്ലല്ലോ ഒന്നും എനിക്കൊരു വിഷയമല്ല. പക്ഷെ എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച അക്ബറിനോട് ഞാൻ ക്ഷമിക്കൂല. അതിന്റെ പേരിൽ അതാണ് തനിക്ക് കിടപ്പാടം ഒരുക്കി തന്ന ഒരു പാവപ്പെട്ട തിരുമേനിയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. തന്നെ അക്ബർ സെറ്റിട്ടാകെന്ന് വിളിച്ചതിൽ ഒരിക്കലും താൻ ക്ഷമിക്കില്ല എന്നാണ് പ്രമുഖ നടി പറയുന്നത്. ഇവിടെ ഈ ഒരു വിഷയത്തിൽ 1-ാം പ്രതിയായി തിരുമേനി ചൂണ്ടിക്കാണിക്കുന്നത് പ്രമുഖ നടിയെ തന്നെയാണ്. 2-ാം പ്രതിയായി തങ്കപ്പൻ ചേട്ടനും എത്തുന്നു. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വലിയ രീതിയിൽ പോസിറ്റീവ് റിവ്യൂയിലേക്ക് പോയ തങ്കപ്പൻ ചേട്ടൻ പൊടുന്നനെ താഴെ വീണ് എയറിലേക്ക് കയറിയിരിക്കുന്നു. ഈ അവസരത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ തിരുമേനിയോടുകൂടി? ഒരിക്കലും ഇങ്ങനത്തെ സഹായം ചെയ്യരുത് എന്നെനിക്കൊരു അപേക്ഷ കൂടെ ഉണ്ട്. ഒരിക്കലും ഞാൻ പറഞ്ഞില്ല ആദ്യമേ, ഒരിക്കലും സോഷ്യൽ മീഡിയ കയറി ഇരുന്നുകൊണ്ട് ഒരിക്കലും ഇങ്ങനത്തെ സഹായം ചെയ്യരുത് എന്നെനിക്കൊരു അപേക്ഷ. ഇനി ഈ ഒരു കേസുമായി തിരുമേനി മുന്നോട്ട് പോവുകയാണെങ്കിൽ, വധശ്രമത്തിന് മതിയായ തെളിവുകൾ കാണിക്കാൻ സാധിക്കുകയാണെങ്കിൽ, ചെന്നൈയിലെ ബിഗ് ബോസ് ഹൗസിലെത്തി ലാലേട്ടന്റെ സ്റ്റേജിലൂടെ അല്ലാതെ പിന്നിലൂടെ പെട്ടിയും തലയിൽ വെച്ച് കയ്യാമം വെച്ച് പോകുന്ന ഒരു കാഴ്ച നമ്മൾക്ക് എന്തായാലും കാണാൻ സാധിക്കും. പ്രഥമ ദൃഷ്ടിയാൽ തിരുമേനിയുടെ ആരോപണത്തിൽ തട്ടിക്കൊണ്ടുപോകൽ, വധശ്രമം, ഒറ്റുകൊടുക്കൽ ഇതൊക്കെ ചുമത്താൻ സാധിക്കും. 109 ചുമത്തി 7 വർഷം വരെ ശിക്ഷ കിട്ടാനുള്ള എല്ലാ വകുപ്പുകളും തെളിയിക്കപ്പെടുകയാണെങ്കിൽ പ്രമുഖ നടിയും അദ്ദേഹത്തിന്റെ പിതാവും ചെയ്തതായി കണക്കാക്കേണ്ടി വരും. എനിവേ നമുക്ക് കാത്തിരിക്കാം. ഇനി ഇന്നലെ ബിഗ് ബോസിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല, പറയാൻ വേണ്ടി ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അടി, അനീഷ്യമായിട്ട് അടി, അത് മാത്രമാണ് സംഭവിച്ചത്. കാര്യമായിട്ട് ഒന്നും സംഭവിച്ചില്ല. രേണു സുധി എന്ന് പറയുന്ന പ്രമുഖ നടിയുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും വന്നതുമില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ അതിലേക്ക് നമുക്ക് പോകാം. എനിവേ, ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണ് എത്തുന്നത്. ആദ്യമായി അങ്ങനെ ഒരു പ്രമുഖ നടിക്കെതിരെ, ബിഗ് ബോസ് താരമായി കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രമുഖ നടിക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസ് വന്നിരിക്കുന്നു. ബാക്കി അപ്ഡേറ്റുകൾ കാത്തിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.